ഗൈസ്, നോർമലി ഉച്ചയ്ക്ക് മറ്റേ പെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങുന്ന ഞാനാണ്. പക്ഷേ ജിമ്മ് നമ്മുടെ വൈകിട്ടത്തേക്ക് ആക്കിയതിന് ശേഷം ഉച്ചവർക്കും വളരെ കുറവാണ്. ബിക്കോസ് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജിമ്മിൽ പൊക്കെ നടക്കില്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. നോർമലി ഒരു 4:30 ആകുമ്പോഴാണ് നമ്മൾ ഇന്ന് ജിമ്മിൽ പോകാറ്. പക്ഷേ ഇന്ന് അതിലും ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനർ എത്തുമ്പോൾ 5:30 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അവിടെ ചെന്ന് കുറച്ച് കാർഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം എന്നെ തെറ്റിച്ച് ഗൈസ്. പുള്ളിക്കാരൻ 5:30 ആയി, 5:50 ആയി, 6 മണിയായി, എന്നിട്ടും വന്നില്ല. പിന്നെ എനിക്ക് നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തെറിവിൽ കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് അറിയാവുന്ന വർക്കൗട്ടുകളും പിന്നെ സിയാദിക്കാട് കാല് പിടിച്ച് കുറച്ച് വർക്കൗട്ടുകളും കൂടെയൊക്കെ ചോദിച്ചറിഞ്ഞ് ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങി. സിയാദിക്കാട് കാല് പിടിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓൾറെഡി എന്നെ വിളിച്ചതാണ് വർക്കൗട്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്. ഞാൻ പക്ഷേ നൗഫലിക്കായും കാത്തിങ്ങനെ നിന്നു. അവസാനം എന്നെ കളിയാക്കുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരൻ ഓരോ വർക്കൗട്ട് പറഞ്ഞു തന്നത്. പിന്നെ സിയാദിക്ക് നല്ലൊരു മനുഷ്യനായത് കൊണ്ട് മാത്രം കുറച്ചൊക്കെ പറഞ്ഞു തന്നു ഗൈസ്. ഈ തൂങ്ങി നിന്ന് ആടുന്നതൊക്കെ അതേ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത കുറച്ച് വർക്കൗട്ടുകളാണ്. ഇപ്പം ഞാൻ ഇതിലൊക്കെ ഒരു പ്രോയാണ് ഗൈസ് എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കില്ല. പിന്നെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നൗഫലൊക്കെ നമ്മുടെ ജിമ്മിലെത്തുന്നത്. അങ്ങനെ ആ പുള്ളിക്കാരൻ ഇങ്ങനെ ഞാൻ ഒപ്പം തന്നെ അവിടുത്തെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളടാ. ഓക്കെ, ബൈ.